Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വന്യമൃഗങ്ങളെ ഭയന്ന ആളുകൾ വീടുപേക്ഷിച്ച് നാടുവിട്ടുപോയി. 12 വീടുകൾ ഉണ്ടായിരുന്ന കണിമംഗലം പ്രദേശത്ത് ഇപ്പോൾ 2 വീടുകളിൽ മാത്രമാണ് ആളുകൾ താമസിക്കുന്നത്. പകൽ സമയങ്ങളിൽ പോലും പുലി, മ്ലാവ്, ആന, പന്നി, വണ്ടുകൾ തുടങ്ങിയവയുടെ ശല്യം രൂക്ഷമായതോടെയാണ് കിടപ്പാടം പോലും ഉപേക്ഷിച്ച ആളുകൾ ഇവിടെ നിന്നും പോയത്. മലയാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണിമംഗലം എന്ന പ്രദേശത്താണ് വന്യമൃഗങ്ങളെ ഭയന്ന് ആളുകൾ ഉപേക്ഷിച്ചു പോയ വീടുകൾ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8 വർഷത്തോളമായി ആളുകൾ ഇവിടെ നിന്നും മാറി താമസിച്ചിട്ട്. നിരവധി പേർ ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ 2 കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്. പുലി, മ്ലാവ്, ആന, പന്നി, വണ്ടുകൾ തുടങ്ങിയവയുടെ ശല്യവും രൂക്ഷമാണ് ഈ പ്രദേശത്ത്. പകൽ സമയങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഏറെ ഭയത്തോടുകൂടിയാണ് കഴിഞ്ഞിരുന്നത് എന്ന് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഹരിദാസ് പറയുന്നു. പുതുതായി ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് മുൻപ് വീടിന്റെ പരിസരത്തായി ആനകൾ കൂട്ടമായി എത്തുന്നതും പതിവായിരുന്നു. ആവ്, പന്നി, മയില്, അങ്ങനെ മലയെണ്ണ, അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഒരു വനത്തിലെ എല്ലാ മൃഗങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. വീട്ടുകാരായിരുന്നു, അതൊക്കെ പോയതാണ്. വീട്ടുകാരൊക്കെ പോയി. എത്ര വീട്ടുകാരുണ്ട് ഇവിടെ? ഇപ്പൊ 2 വീട്ടുകാരേ ഉള്ളൂ. ആകെ 10-12 വീടുണ്ടായതാ. അപ്പൊ ആരും കയറി വരുന്നില്ല വാങ്ങിക്കാൻ. ഇങ്ങനെ ഒരു ശല്യം തുടങ്ങിയ പിന്നെ ഒരു വീട്ടുകാരല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. മറ്റവർ വെറുതെ പൈസ ഉള്ളവരും വെറുതെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ, ആദായമൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ വഴി നേരത്തെയൊക്കെ ഇതിൽ 10-60 വണ്ടി ഓടിക്കൊണ്ടിരുന്ന ഈ കോറിയിലേക്ക് കല്ലും കയറ്റി പോകാനായിട്ട്. ഈ റോഡിൽ ഇപ്പോൾ ആന പോകണമെങ്കിൽ പട്ടി കുറച്ചുണ്ടെങ്കിൽ വരുമ്പോൾ അവർ തിരിച്ചടക്കും. അവിടെ വന്നിട്ട് അവർ കൈ കൊണ്ട് മണ്ണൊക്കെ തട്ടി കയറിക്കും പട്ടീനെ ഓടിക്കുന്നത്. എനിക്ക് കുറച്ച് ഇവിടെ ഇല്ല, അവിടെ ഇങ്ങനെ വട്ടോട്ടാകുന്നതാണ്. അത് ഒട്ടാരണം കൊണ്ടാണ് 2 മാസം മുമ്പ് വരാതിരിക്കുന്നത്. മറ്റേത് എപ്പോൾ നോക്കിയാലും ഇതിൽ അല്ലെങ്കിൽ ഈ തോട്ടത്തിൽ കൂടെ അല്ലെങ്കിൽ അതിലങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വന്നിട്ടിരിക്കും. ഒച്ചപ്പാടും ബഹളമുണ്ട്. ഇത് പോകുമ്പോൾ വേറെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നെങ്കിൽ താമസക്കാർ ഇഷ്ടം വരെ കയറുമെന്ന് തന്നെ. അത് ഇതല്ല, ഈ മൃഗങ്ങൾ വന്നതിന് ശേഷം ആരും പിന്നെ നിങ്ങൾ മേടിക്കാനുള്ള പരിപാടിയില്ല. കൃഷി ചെയ്യാൻ പറ്റൂലല്ലോ, മൃഗങ്ങൾ കളയല്ലേ. മ്ലാവ്, വാഴയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടം ഒടിച്ചു കളയും, പന്നി കടയും കുത്തിക്കളയും. അപ്പോൾ തീർന്നില്ലേ. സ്വന്തം ഇടങ്ങളിൽ പോലും കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുമാണ് ഇവിടെയുണ്ടായിരുന്നവർ നേരിട്ടിരുന്നത്. എന്നാൽ വന്യമൃഗങ്ങളെ ഭയന്ന് സ്വന്തമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീട് ഉപേക്ഷിച്ചു പോകാൻ താൻ തയ്യാറല്ല എന്നാണ് ഹരിദാസ് പറയുന്നത്.